എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സിലെ ക്ലാസ് 10th പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിലെ എക്സസൈസ് 3.7 അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ എ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈസ് ഇക്വൽ ടു 3 ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 2 ആംഗിൾ എ പ്ലസ് 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഫൈൻഡ് ദ 3 ആംഗിൾസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ എ ബി സി വരയ്ക്കുക. ആ എ ബി സി വരച്ച ശേഷം ആംഗിൾ എന് എക്സും കൊടുക്കുക, ആംഗിൾ ബിന് വൈയും കൊടുക്കുക. ആദ്യത്തെ ജോലി അതാണ്. ആംഗിൾ എന് എക്സും കൊടുക്കുക, ആംഗിൾ ബിന് വൈയും കൊടുക്കുക. അതാണ് സൊല്യൂഷനിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി. ആംഗിൾ സി എന്ന് പറയുന്നത് 3 ആംഗിൾ ബിനും ഈക്വലാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബിനും ഈക്വലാണ്. കാരണം എല്ലാം ഈക്വലാണ്. അപ്പോൾ ആംഗിൾ സി ഇതിനും ഈക്വലാണ്, ആംഗിൾ സി ഇതിനും ഈക്വലാണ്. ഇവ തമ്മിൽ ഈക്വലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എഴുതാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി എഴുതി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി എഴുതി. അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് എന്ന് കൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആംഗിൾ സി എന്തിനും ഈക്വലാണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. അതും എഴുതി. അത് സെക്കൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ ഫസ്റ്റും സെക്കൻഡിൽ നിന്നും നമുക്ക് തേർഡ് കിട്ടും. എങ്ങനെ കിട്ടും? ആംഗിൾ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി അല്ലേ സെക്കൻഡ്. ആംഗിൾ സി ഓൾറെഡി നമുക്കറിയാം ഫസ്റ്റിൽ നിന്നും 3 ആംഗിൾ ബി ആണ്. അപ്പോൾ ഈ ആംഗിൾ സി കാണുന്നവിടെ 3 ആംഗിൾ ബി കൊടുക്കുക. ഈ ആംഗിൾ രണ്ടാമത്തെ ഇക്വേഷനിൽ ആംഗിൾ സി കാണുന്നവിടെ 3 ആംഗിൾ ബി കൊടുത്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 2 ആംഗിൾ എ പ്ലസ് 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. തേർഡ് കിട്ടി. ഈ ഫസ്റ്റും സെക്കൻഡിൽ നിന്നും നമുക്ക് തേർഡും കിട്ടും. അതെങ്ങനെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ് സെക്കൻഡ്. അതിൽ ആംഗിൾ സി കാണുന്നവിടെ നമുക്ക് ഫസ്റ്റത്തെ എന്താണ് ആംഗിൾ സി 3 ആംഗിൾ ബി ആണ്. അത് ആംഗിൾ സി കാണുന്നവിടെ 3 ആംഗിൾ ബി കൊടുത്തു. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. അത് തേർഡ് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യം ആദ്യം നന്നായിട്ട് മനസ്സിലാക്കാം. മനസ്സിലാക്കിയ ശേഷം അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ. ഫ്രം ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കണം? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി ആണ്. ആംഗിൾ ബി എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? വൈ. അപ്പോൾ 3 വൈ എന്ന് കൊടുത്തുകൂടെ? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ ബി ആണ് ഫസ്റ്റ്. ആ ഫസ്റ്റിൻ്റെ അവിടെ എന്ത് ചെയ്യാം? ആംഗിൾ ബി കാണുന്ന അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 3 ഇൻറ്റു വൈ കൊടുത്തുകൂടെ? ആംഗിൾ ബി കാണുന്ന അവിടെ വൈ കൊടുത്തുകൂടെ? അതാണ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3y. ഫ്രം ഫസ്റ്റിൽ നിന്നും നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3y. ബി കാണുന്ന അവിടെ വൈ കൊടുത്തു, അത്രയേ ഉള്ളൂ. അടുത്തത് ഫ്രം സെക്കൻഡ് എന്താണ്? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. ആംഗിൾ സി നമുക്കിപ്പോൾ കിട്ടിയുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 3y. ആംഗിൾ സി കാണുന്ന അവിടെ 3y കൊടുക്കുക. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ എന്ന് പറയുന്ന എക്സും ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ആണ്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 3y ഇവിടെ ഉണ്ട്. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x 2 ഇൻറ്റു വൈ 2y. ഇനി y എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. 3y ഓൾറെഡി ഇവിടെ ഉണ്ട്. പ്ലസ് 2y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 2y ആയി. ഈസ് ഈക്വൽ ടു 2x. 3y നിന്ന് 2y പോയ എത്രയാണ്? 2y. 3y നിന്ന് 2y പോയ എത്രയാണ്? y. 1y. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 2x. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതും കൺഫ്യൂഷൻ ആവേണ്ടത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണ്. ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം 3 ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കാം ഇതുവരെ. അത് കഴിഞ്ഞ് ഫ്രം തേർഡ് എന്താണ്? തേർഡ് എന്താ പറയുന്നത്? 3 ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. 3 എഴുതി. ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ആണ്. 3y എഴുതി. ഈസ് ഈക്വൽ ടു 2 എഴുതി. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ആണ്. ഫ്രം തേർഡിൽ നിന്ന് നമുക്ക് ഇതും കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ആദ്യം നന്നായിട്ട് മനസ്സിലാക്കി എഴുതിയ ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇൻറ്റീരിയർ ആംഗിൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം ഇത് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം
we know that the sum of three angles of a triangle is 180 ആണ് നമുക്കറിയാം. എന്താ ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ഇവിടെ ആംഗിൾ എ നമ്മൾ ഓൾറെഡി കൊടുത്തത് എന്താണ്? ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ആംഗിൾ എ കാണുന്ന ഇവിടെ എക്സ് കൊടുത്തു. ആംഗിൾ ബി നമുക്ക് എന്ത് കൊടുക്കാം? വൈ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എ കാണുന്ന ഇവിടെ എക്സ് കൊടുക്കുക, പ്ലസ് ആംഗിൾ ബി കാണുന്ന ഇവിടെ വൈ കൊടുക്കുക, പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് ഇക്വേഷൻ 1-ൽ നമ്മൾ ഫ്രം ഫസ്റ്റിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 1 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ സി എന്ന് പറയുന്നത് എന്താ? 3y ആണ്. അപ്പോൾ ആംഗിൾ സി കാണുന്ന ഇവിടെ 3y കൊടുക്കുക. എക്സ് പ്ലസ് വൈ പ്ലസ് 3y ഈസ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 3y എത്രയാണ്? 1y പ്ലസ് 3y എത്രയാണ്? 4y. എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ 3 കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കാതെ വരെ. ഇത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ. ഫ്രം ഇക്വേഷൻ 2 and 3. ഫ്രം ഇക്വേഷൻ 2 and 3. ഇക്വേഷൻ 2 എന്താണ്? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2x ആണ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2x-ഉം ഇക്വേഷൻ 3 എന്ന് പറയുന്നത് x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 180 ആണ്. ഈ ഇക്വേഷൻസ് രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോണത്. y ഈസ് ഈക്വൽ ടു 2x എന്ന ഇക്വേഷൻ നമ്പർ 2-ഉം x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 180 ഇക്വേഷൻ നമ്പർ 3. ഫ്രം 2 and 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഫ്രം 2 and 3. ഫ്രം 2 and 3 എന്ന് എഴുതിയിട്ട് 3 ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 180 ആണ്. ഇക്വേഷൻ നമ്പർ 3 എന്താ നോക്കുക? എക്സ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 180 ആണ്. അത് എഴുതുക. അവിടെ എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2-ൽ എന്താണ്? 2x ആണ്. y ഈസ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ നമ്മൾ 2-ൽ കണ്ടിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ ഈ y കാണുന്ന അവിടെ ഇക്വേഷൻ നമ്പർ 3-ൽ y കാണുന്ന അവിടെ 2x കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ കാണുന്ന അവിടെ 2x ഈസ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു 2x 8x ഈസ് ഈക്വൽ ടു 180. 8x-ഉം 1x-ഉം കൂടി കൂട്ടിയാൽ 9x ഈസ് ഈക്വൽ ടു 180. 9x 180 ആണെങ്കിൽ therefore x എന്തായിരിക്കും? 180 ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 20. 180 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 20. അത് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇനി എളുപ്പമാണ്. ഈ എക്സിന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? y ഈസ് ഈക്വൽ ടു 2x ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20. 2 ഇൻറ്റു 20 40. y ഈസ് ഈക്വൽ ടു 40 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 20, വൈൻ്റെ വാല്യൂ കിട്ടി 40. ഇനി ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? ആംഗിൾ എ ആണ്. y എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ബി ആണ്. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം. ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം 1 ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഫ്രം ഫസ്റ്റിൽ നിന്നും നമുക്ക് ഇക്വേഷൻ 1 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3y. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3y. ദറ്റ് ഈസ് 3 ഇൻറ്റു വൈ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കണം? 40. 3 ഇൻറ്റു 40 എത്രയാണ്? 120. അങ്ങനെ 120 പ്ലസ് 40 എത്രയാണ്? 160. 160 പ്ലസ് 20 ദറ്റ് ഈസ് 180. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ലാസ്റ്റ് എഴുതുക. ആംഗിൾ എ എന്ന് പറയുന്ന എക്സ് ആണ് 20 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്ന വൈ ആണ് 40 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 3y ആയിരുന്നു. അപ്പോൾ 3 ഇൻറ്റു 40 ചെയ്തപ്പോൾ 120 ഡിഗ്രി കിട്ടി. അങ്ങനെ 3 ആംഗിളും കിട്ടി. നന്നായിട്ട് ഇത് മനസ്സിലാക്കി എഴുതുക ആദ്യം മുതൽ. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആംഗിൾ സി ഇതിനും ഈക്വലാണ്, ആംഗിൾ സി ഇതിനും ഈക്വലാണ്. അതാണ് ഫസ്റ്റും സെക്കൻഡും. അത് കഴിഞ്ഞ് ഫസ്റ്റും സെക്കൻഡിൽ നിന്നും ഈ ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഫസ്റ്റിൽ 3 ആംഗിൾ ബി ആണ്. അപ്പോൾ അതിവിടെ കൊടുത്തു. ഈസ് ഈക്വൽ ടു അത് തേർഡ് കിട്ടി. പിന്നെ ഇക്വേഷൻ ഫ്രം 1-ൽ നിന്നും ഇക്വേഷൻ 1 കിട്ടി. ഫ്രം 2-ൽ നിന്നും ഇക്വേഷൻ 2 കിട്ടി. ഫ്രം 3-ൽ നിന്നും അതങ്ങനെ എഴുതിയാൽ മതി. ഇക്വേഷൻ ഒന്നും കൊടുക്കണ്ട. അത് കഴിഞ്ഞ് ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. പിന്നെ 2ഉം 3ഉം കൂടി ചെയ്തു. 2ഉം 3ഉം കൂടി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ എക്സിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ കിട്ടി. എക്സിനെ എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വൈ കിട്ടി. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും കിട്ടി. പിന്നെ ആംഗിൾ സി ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3y ആണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 3y ആണ്. അവിടെ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആംഗിൾ സിയും കിട്ടി. അപ്പോൾ നന്നായി മനസ്സിലാക്കി ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.
Thank you very much.